السلام عليكم ورحمة الله. الحمد لله وكفى والسلام على عباده الذين اصطفى وبعد. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദര സഹോദരിമാർക്കും സ്നേഹാർദ്രമായ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം ഏകദേശം 78 കൊല്ലങ്ങൾ നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. പതിനഞ്ചാം നൂറ്റാണ്ടിൽ തുടങ്ങിയ വൈദേശിക ആധിപത്യം 1757 ബംഗാൾ നവാബുമായി നടന്ന പോരാട്ടത്തോടുകൂടെ ഒരു പുതിയ തലങ്ങളിലേക്ക് പോവുകയും ഇന്ത്യയിലേക്ക് കച്ചവടാവശ്യാർത്ഥം കടന്നു വന്ന ആളുകൾ പിന്നീട് രാജ്യത്തെ പൂർണ്ണമായിട്ടും അടക്കി ഭരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ രാജ്യത്തെ പൂർണ്ണമായിട്ടും അടിമത്തിലേക്ക് തള്ളിവിടുകയും ഏകദേശം ഒരു നൂറ്റാണ്ട് കാലം ഈ രാജ്യത്തെ ജനങ്ങൾ അടിമത്തത്തിൻ്റെ കയ്പുനീര് കുടിക്കുകയും സംഘടിതമായും അസംഘടിതമായിട്ടും പല രീതിയിലും ഈ വൈദേശിക ആധിപത്യത്തിന് നേരെ സമര പോരാട്ടം നടത്തുകയും നിരന്തരമായിരിക്കുന്ന പോരാട്ടങ്ങളിലൂടെയും സമരങ്ങളിലൂടെയും 1947 അർദ്ധരാത്രി നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. ഒരു നൂറ്റാണ്ട് കാലം നടത്തിയിരിക്കുന്ന ധീരോത്തമായ ചെറുത്തുനിൽപ്പുകളുടെയും പോരാട്ടങ്ങളുടെയും ജാജ്വല്യമായ ചരിത്രങ്ങളെ നാം ഇവിടെ അനുസ്മരിക്കുകയും നമ്മുടെ പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഒരു നൂറ്റാണ്ട് കാലം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമെന്ന ഒറ്റാശയം മുന്നോട്ട് വെച്ചുകൊണ്ട് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ജാതിയും മതവും നിറവും ഭാഷയും മറന്ന് ഏകോദര സഹോദരന്മാരായി നടത്തിയിരിക്കുന്ന പോരാട്ടത്തിൻ്റെ ഫലമാണ് നമ്മുടെ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത്. എന്തെങ്കിലും ഒറ്റപ്പെട്ട പോരാട്ടങ്ങളല്ല, ഒറ്റപ്പെട്ട ആളുകളല്ല, മറിച്ച് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും സംഘടിതമായി ആ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിൽ പല ആളുകളെ നാം ഇന്ന് സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നാം സ്മരിക്കാത്ത ഓർക്കാത്ത അനേകായിരങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട്, പാലായനം ചെയ്തിട്ടുണ്ട്. അന്തമാൻ കാടുകളിലേക്ക് നാടുകടത്തപ്പെട്ടവരുണ്ടായി. അതുപോലെ വിവിധ രാജ്യങ്ങളിൽ നാടുകടത്തപ്പെട്ടവരുണ്ട്, തൂക്കിലേറ്റപ്പെട്ടവരുണ്ട്, വെടിവെച്ച് കൊന്നവരുണ്ട്. അങ്ങനെ അനേകായിരങ്ങളുടെ ജീവനും സമ്പത്തും രക്തവും നൽകിയാണ് നമുക്ക് ഈ സ്വതന്ത്രവായു ശ്വസിക്കാനുള്ള അവസരമുണ്ടാക്കി തന്നിരിക്കുന്നത്. നാം ചില ആളുകളുടെ പേരുകളൊക്കെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഓർക്കുന്നവരെക്കാൾ ഏറെ ഓർക്കാത്തവരാണ് ഉള്ളതെന്ന് മനസ്സിലാക്കണം. മഹാത്മാഗാന്ധിയെ പോലെയുള്ള, മൗലാന മുഹമ്മദ് അലിയെ പോലെയുള്ള, ഷൗക്കത്ത് അലിയെ പോലെയുള്ള, ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള, ഭഗത് സിംഗിനെ പോലെയുള്ള പല ആളുകളെയും നാം എപ്പോഴും ഓർക്കാറുണ്ട്. അതുപോലെ നമ്മുടെ രാജ്യത്ത് ഈ കേരളത്തിൽ എന്ന് പറയുമ്പോൾ മലബാർ ഏരിയ, മലബാർ പ്രവിശ്യ, ഇതും വൈദേശികരുമായി നടന്ന പോരാട്ടത്തിൽ നിസ്തുലമായിരിക്കുന്ന പങ്ക് വഹിച്ച സ്ഥലങ്ങളാണ്. എന്നല്ല, ബ്രിട്ടീഷുകാരൻ്റെ പട്ടാള വ്യൂഹത്തിൻ്റെ നല്ലൊരു വിഭാഗവും നിലയുറപ്പിച്ചത്
മലബാർ പ്രദേശങ്ങളിലായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ നിലയുറപ്പിച്ചത് മലബാർ പ്രദേശങ്ങളിലായിരുന്നു. മാത്രമല്ല, ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സമാന്തരമായ രാജ്യം രൂപപ്പെട്ടതും ഏറനാടിലായിരുന്നു. സ്വാതന്ത്ര്യ സമര പോരാളികളായിരുന്ന വാരിയംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ആലി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഒരു സമാന്തരമായ രാജ്യം തന്നെ സൃഷ്ടിച്ചെടുക്കുവാൻ നമ്മുടെ പൂർവികരായ ധീരദേശാഭിമാനികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് വെറുതെ ലഭിച്ചതല്ല, നിരന്തരമായ പോരാട്ടങ്ങളിലൂടെയാണ്. ജീവനും രക്തവും സമ്പത്തും എല്ലാം നൽകി, ജാതിയും മതവും വർണ്ണവും ഭാഷയും മറന്നുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പോരാടിൻ്റെ ഫലമായിട്ടാണ് 40 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. നമ്മുടെ ഈ പ്രദേശമെന്ന് പറയുമ്പോൾ, ഈ ഏറനാടൻ പ്രദേശങ്ങളെന്ന് പറയുമ്പോൾ നിലമ്പൂർ താലൂക്കുകളും വണ്ടൂരും അതുപോലെ തന്നെ നമ്മുടെ കാളികാവും മഞ്ചേരിയും ഒക്കെ ഉൾപ്പെടുന്ന ഈ മേഖല എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തിൽ അനിഷേധ്യമായ ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഒട്ടനവധി ആളുകൾ ഈ പോരാട്ടങ്ങളിൽ പങ്കാളികളായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവരാണെന്ന് മാത്രം വാരിയംകുന്നനും ലവക്കുട്ടിയും അതുപോലെ ആലി മുസ്ലിയാരും വെളിയങ്കോട് ഉമർഖാദിയും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും ഇങ്ങനെ പല പല ആളുകൾ, ഇതൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. എന്നാൽ സാധാരണക്കാരായിരിക്കുന്ന അനേക ആയിരങ്ങളാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം നടത്തിയിരിക്കുന്നത്. അവിടെയെല്ലാം ജീവത്യാഗത്തിൻ്റെയും അവിടെയെല്ലാം പോരാട്ടങ്ങളുടെയും ഫലമായി നാം നേടിയെടുത്തിരിക്കുന്ന നമ്മുടെ സ്വാതന്ത്ര്യം ഇന്ന് 78 ആണ്ടുകൾ പിന്നിട്ട് 79ലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെക്കുറിച്ച് നാം പഠനവിധേയമാക്കേണ്ടിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലങ്ങളിൽ നാം എത്രമാത്രം സൗഹാർദ്ദത്തോടെയും ഐക്യത്തോടെയും മതമൈത്രിയോടെയുമാണ് നിലകൊണ്ടതെങ്കിൽ ഇന്ന് സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പുരുഷായുസ് തികയുമ്പോഴേക്ക്, ഒരു നൂറ്റാണ്ട് കഴിയുമ്പോഴേക്ക് നമ്മുടെ ചരിത്രങ്ങളെ മാറ്റിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇന്നലകളെ മാറ്റിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നല്ല, നാം പുതിയ മറ്റെന്തോ ചരിത്രങ്ങളെ രചിക്കുവാനെന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് നാം നേടിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ മൂല്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ആരെല്ലാമാണ് ജീവത്യാഗം ചെയ്തിരിക്കുന്നത്, ആരെല്ലാമാണ് അതിനുവേണ്ടി പരിശ്രമിച്ചിരിക്കുന്നത്, നാം പഠനവിധേയമാക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നാം എത്രമാത്രം ഐക്യത്തോടെയും സൗഹാർദ്ദത്തോടെയും മതമൈത്രിയോടെയുമാണോ മുന്നോട്ട് പോകുന്നത്, ഇന്ന് ആ ഐക്യത്തിന്, ആ ഭദ്രതയ്ക്ക്, അഖണ്ഡതയ്ക്ക്, രാജ്യത്തിൻ്റെ ഏകീകരണത്തിന് കോട്ടമുണ്ടാകുന്ന വിധമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടോ എന്ന കാര്യം ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ്. ഓരോ പൗരൻ്റെയും കടമയാണ്. കാരണം ഈ സ്വാതന്ത്ര്യം അപകടപ്പെടുമ്പോൾ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഒരു വ്യക്തിയല്ല, ഒരു സമുദായമല്ല, ഒരു രാജ്യമല്ല, ഒരു ഭാഷക്കാരല്ല, മറിച്ച് ഈ രാജ്യത്തിലെ മുഴുവൻ ആളുകളും അതിൻ്റെ ഇരകളായിത്തീരുന്ന സാഹചര്യമുണ്ടാകും. നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താണിപ്പോൾ? ഈ രാജ്യത്തിൻ്റെ പെരുമ എന്ന് പറയുന്നത്, മഹത്വം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസുകളിലേക്ക് പ്രതിപക്ഷ നേതാക്കന്മാർ മാർച്ച് നടത്തുന്ന സാഹചര്യമുണ്ടായിരിക്കുകയാണ്. അത്രമാത്രം ഈ രാജ്യത്തിൻ്റെ പെരുമ, മഹത്വം വിളിച്ചറിയിക്കുന്ന ജനാധിപത്യത്തിൻ്റെ കോവിലുകൾ അതുവരെ എളിയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ വേദനാജനകമായ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നീട്ടി സംസാരിക്കുന്നില്ല, പറയുന്നത് നാം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച്, ഭൂതത്തെക്കുറിച്ച്, വർത്തമാനത്തെക്കുറിച്ച് കൃത്യമായിട്ട് ബോധ്യമുള്ളവരായിക്കൊണ്ട് വരും നാളുകളിൽ നമ്മുടെ രാജ്യത്തെ ഐക്യത്തോടെയും അഖണ്ഡതയോടെയും പുരോഗതിയിലേക്ക് നയിക്കാൻ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചിന്തിക്കേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ സമയത്ത് കിഴക്കൻ ഏറനാട്ടിൻ്റെ മലയോര ഗ്രാമമായിരിക്കുന്ന കരളായി ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന മദാറുൽ ദഅവത്തുൽ ഇസ്ലാമിയ MDA എന്ന വിദ്യാഭ്യാസ പ്രസ്ഥാനം,
അതിൻ്റെ കീഴിലെ മുഴുവൻ സ്ഥാപനങ്ങളും, അതിൻ്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രീ സ്കൂൾ മുതൽ CBSE ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മുതൽ റൈഹാൻ വാലി വുമൻസ് അക്കാദമി അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ ഈ സ്വാതന്ത്ര്യദിനത്തിൽ അതിൻ്റെ ആഘോഷ പരിപാടികളിലും അതിന് മറ്റെല്ലാ കാര്യങ്ങളിലും കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകന്മാരും സഹകാരികളുമൊക്കെ അത് സജീവമായിരിക്കുകയാണ്. ഈ സമയം ഈ മഹത്തായ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന് വേണ്ടിയും വ്യക്തിപരമായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാവർക്കും സ്നേഹാർദ്രമായിരിക്കുന്ന ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് വിദ്യാഭ്യാസപരമായി, സാമൂഹികമായി, സാമ്പത്തികമായി, സാംസ്കാരികമായി, അതുപോലെ ശാസ്ത്രീയമായി, ടെക്നിക്കലായി ഒരു രാജ്യത്തിനെ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യണോ ആ ഡെവലപ്പ് ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളിലും നാം എല്ലാവരും ഒരുമയോടെ, ഐക്യത്തോടെ, ഏകോദര സഹോദരന്മാരായി നിലയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി നമ്മുടെ രാജ്യത്തെയും ഈ നാട്ടിലെ ജനങ്ങളെയും, ജനങ്ങളാണല്ലോ രാജ്യം, ജനങ്ങളിൽ രാജ്യമില്ല, ജനങ്ങളുടെയും ക്ഷേമത്തിനു വേണ്ടിയും ഐശ്വര്യത്തിനു വേണ്ടിയും എല്ലാവരും പ്രവർത്തിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.